സാറ്റർഡേ നൈറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവേ ഞാനും ഏട്ടനും ലേറ്റ് ആയിട്ടാണ് കിടക്കാറ്. സൺഡേ എവിടെയും പോകണ്ടല്ലോ, ഏട്ടനും അവധിയാണ്, എനിക്കും അവധിയാണ്. ഈയിടെയായിട്ട് എല്ലാവരും ലേറ്റ് ആകാറുണ്ട്. കാരണം എന്താ, ചീട്ട് കളിച്ച് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഈ സാറ്റർഡേയും ചീട്ട് കളിച്ച് കളിച്ച് ഏകദേശം 1 മണിയായി കിടന്നപ്പോൾ. പിറ്റേ ദിവസം എണീറ്റപ്പോഴോ രാവിലെ 8:30ക്കാണ് എണീക്കുന്നത്. എല്ലാവരും അതെ. അമ്മ മാത്രം നേരത്തെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. അതുകൊണ്ടിട്ട് നേരെ എണീറ്റത് എല്ലാവരും പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഞാൻ നേരെ ക്ലീനിങ്ങിലേക്ക് കിടന്നു. സാധാരണ സൺഡേ ആണ് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാൻ ടൈം കിട്ടാറ്. അങ്ങനെ ഫുൾ അടിച്ചു വാരി തുടച്ചിട്ടു. എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് കേട്ടോ എനിക്കും തോന്നുന്നത്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ? സൺഡേസ് ആയിരിക്കുമല്ലോ മിക്കവാറും ക്ലീനിങ് ഡേ ആയിട്ട് എല്ലാവരും എടുക്കുന്നത്. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ കുറച്ച് ബീഫ് കൊണ്ടുവന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ബീഫ് നമുക്ക് പുറത്ത് വിറകടുപ്പിൽ വേവിക്കാമെന്ന്. ഇപ്പോൾ എല്ലാ സൺഡേസും വിറകടുപ്പ് കത്തിക്കാറുണ്ട്, ബീഫോ പോർക്കോ കപ്പയോ ഒക്കെ വേവിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബീഫ് തേങ്ങാക്കൊത്തും ഉപ്പും കൂടി ഇട്ട് വെച്ചു. അപ്പോഴേക്കും അച്ഛനും ഏട്ടനും അനിയനും കൂടി ഫ്രണ്ട് വശമൊക്കെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. കുറേ ആക്രി സാധനങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ കാർ പോർച്ചിൽ ഡംപ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ അവരെ എടുത്തു മാറ്റി അവിടെയൊക്കെ ഫുൾ ക്ലീൻ ചെയ്തു. കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഉച്ചക്കത്തേക്ക് ഒരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, ബീൻസ് തോരൻ. അങ്ങനെ ഞാൻ അതിനുള്ള പ്രിപ്പറേഷൻസ് നോക്കി. ലേറ്റായിട്ട് എണീറ്റതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് അമ്മയുടെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ ഒന്നിനും കൂടാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ സൺഡേ ആയതുകൊണ്ട് ഇവിടെ എല്ലാം ലേറ്റായിട്ടാണ്, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ലേറ്റ് ആകാറുണ്ട്. അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ ചിരവിയിട്ട് കാന്താരിമുളകൊക്കെ ഇട്ടിട്ടാണ് ബീൻസ് തോരൻ ഉണ്ടാക്കിയത്. ബീൻസ് തോരനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ 2 കരിക്ക് കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കരിക്ക് വെട്ടി കരിക്കും വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ നേരെ എല്ലാവരും ഫുഡ് കഴിക്കാനായിരുന്നു. ഇവിടെ ഒരാൾക്ക് ചാറുകറി നിർബന്ധമാണ്, അപ്പോൾ അമ്മ പരിപ്പ് കറി ഉണ്ടാക്കി. ഒരാൾക്ക് തോരൻ കറി നിർബന്ധമാണ്, അപ്പം തോരൻ കറി ഉണ്ടാക്കി. പിന്നെ കുറച്ച് ബീഫും സാലഡും കൂടി ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ ലഞ്ച് കഴിച്ചു. ഈ ആൺപിള്ളേരുടെ വീട്ടിൽ ഇങ്ങനെ ആയിരിക്കും അല്ലേ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ആ ഇഷ്ടങ്ങളൊക്കെ അമ്മമാർ സാധിച്ചു കൊടുക്കുകയും ചെയ്യും. പിന്നെ നമ്മളെപ്പോലെ വന്നു കയറുന്ന പെണ്ണുങ്ങൾക്കും അത് ഫോളോ ചെയ്യേണ്ടി വരും അല്ലേ?